ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ഫസ്റ്റായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ജാനകി മേഘയോട് പറയാണ്, കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ പുറത്ത് വെച്ച് കാണണ്ട എന്ന് ഞാൻ പറഞ്ഞതാ മേഘ. പക്ഷേ ഇവളനുസരിക്കുന്നേയില്ല. ഉറപ്പായിട്ടും പോകണം എന്നാ പറയുന്നത്. ഇതിലെന്ത് തെറ്റാണുള്ളത് അമ്മായി? വിവാഹം കഴിക്കാൻ പോകുന്നവർ ഭാവിയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഇപ്പോൾ തന്നെ സംസാരിക്കുന്നത് നല്ലതല്ലേ? പരസ്പരം അവർ രണ്ടുപേരും മനസ്സിലാക്കി, തെറ്റുകുറ്റങ്ങളൊക്കെ മനസ്സിലാക്കി അവർ സ്വീകരിക്കട്ടെ, സ്നേഹിക്കട്ടെ. അങ്ങനെ പറഞ്ഞോണ്ട് കേശി. മേഘ സന്തോഷത്തോടെ ചിരിക്കുകയാണ്. അപ്പോൾ ജാനകി, മേഘ നീയാ ഇവളെ വഷാക്കുന്നത്. മേഘ, നീയില്ലായിരുന്നെങ്കിൽ ആരതിക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉറപ്പായിട്ടും കിട്ടാനേ പോകുന്നില്ല. അതൊക്കെ എന്തിനാ ഇപ്പോൾ പറയുന്നത് അമ്മായി? വിവാഹം നന്നായിട്ട് തന്നെ നടക്കും. ആരതി, നീ പോയിക്കോ. നിൻ്റെ ഭാവി ഭർത്താവ് നിനക്ക് വേണ്ടി ക്ഷേത്രത്തിൽ കാത്തു നിൽക്കും. എൻ്റെ മേഘേച്ചി, ഈ കളിയാക്കലിന് മാത്രം ഒരു കുറവുമില്ല. ശരി അമ്മേ, ഇറങ്ങാണേ. പോയിട്ട് വാ. ആരതി പോയി കഴിഞ്ഞപ്പോൾ മേഘ ജാനകിയുടെ അടുത്തോട്ട് പോയിട്ട് പറയാണ്, അമ്മായി ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താ മേഘ? എന്താ മോളെ പറയ്. ആ ചന്ദ്രിക അമ്മായിയുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നതെന്നറിയാമോ? അവൾ എന്താ ചെയ്യുന്നേ? ചന്ദ്രികയെ സിദ്ധുവിനെ കണ്ട കാര്യം ജാനകിയെടുത്ത് പറയാണ് മേഘ. എന്നിട്ട് ലാസ്റ്റ് പറയാണ്, ഇത് കൊടുത്തിട്ട് പറയാണ്, ഞാൻ വാങ്ങിയതാണെന്ന് പറയണ്ട, സാറ് വാങ്ങിയതാണെന്ന് പറഞ്ഞ് അമ്മായിക്ക് കൊടുത്താൽ മതി. ഓ, ചന്ദ്രിക അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? സിദ്ധു അത് കൊണ്ടുവരുമല്ലോ, അപ്പോൾ അവൾ വാങ്ങിത്തന്നത് അവളുടെ മുഖത്ത് തന്നെ എറിയാൻ പറയും. അമ്മായി, ഇങ്ങനെയൊക്കെ അവൾ ചെയ്യുന്നത് കൊണ്ട് ചന്ദ്രികയെ അമ്മായി വിശ്വസിക്കരുത്. ഞാൻ വിശ്വസിക്കില്ല ചന്ദ്രികയെ. നല്ലവരാരാന്ന് മോശം ആരാന്ന് എനിക്ക് ഭഗവാൻ കാണിച്ചു തന്നു. ആ ചന്ദ്രിക എന്തൊക്കെ ചെയ്താലും അവളെയും മഹേന്ദ്രൻ ഏട്ടനെയും ഞാൻ വിശ്വസിക്കുകയില്ല. ശരി അമ്മായി, പ്രിയയ്ക്ക് സ്കൂൾ വിടാൻ സമയമായി. ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരാം. ശരി മേഘ. അപ്പോഴേക്കും അത് കഴിഞ്ഞ് സിദ്ധു വരികയാണ്. അമ്മേ, ഇത് നോക്ക്. എന്താടാ? ഞാൻ അമ്മയ്ക്ക് വേണ്ടി എന്താ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നതെന്ന്. ഇതെന്താ അമ്മേ? ഇതിന് കാലിപ്പർ എന്ന് പറയും. അമ്മയ്ക്ക് നടക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതിൻ്റെ സപ്പോർട്ടോടുകൂടി നടക്കാൻ പറ്റും. ആ അമ്മേ, നോക്ക്, ഞാൻ തന്നെ കാണിച്ചു തരാം. സിദ്ധു അതിൻ്റെ കവറൊക്കെ പൊട്ടിച്ച് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ എനിക്കെന്തിനാ? എന്താ അമ്മേ ഇങ്ങനെ പറയുന്നേ? എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ വീൽ ചെയറിൽ തന്നെ ഇരുന്ന് ഉരുണ്ടുരുണ്ട് കഷ്ടപ്പെടുന്നേ? ആരുടെ സപ്പോർട്ടും കൂടാതെ അമ്മ എഴുന്നേറ്റ് നടക്കുന്നത് കാണാൻ എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? ഇത്ര നാളും ഇല്ലാത്തൊരാഗ്രഹം ഇപ്പോഴെന്താ നിനക്ക് പുതുതായിട്ട് ഉണ്ടായത്? അമ്മേ, അങ്ങനൊന്നുമില്ല. ഇത് ഞാൻ കുറേ കാലമായിട്ട് ചിന്തിക്കുന്ന കാര്യമാണ്. ഇപ്പോഴാ ഇത് വാങ്ങിക്കാൻ ഒരവസരം കിട്ടിയത്. അമ്മേ, ഇതാ അമ്മേ, വാങ്ങിക്ക്. അമ്മ അത് ദേഷ്യത്തോടെ തട്ടിത്തെറിപ്പിക്കുകയാണ് സിദ്ധുവിൻ്റെ കയ്യിൽ നിന്ന്. എന്താ അമ്മേ, എന്തിനാ അത് വലിച്ചെറിഞ്ഞേ? എന്നെ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നത്? ആ ചന്ദ്രികയല്ലേ നിനക്കിത് വാങ്ങിത്തന്നത്? അവൾ വാങ്ങി തന്നതും പോരാഞ്ഞ് നിന്നോട് നീ വാങ്ങിയതാണെന്ന് നുണ പറയാനും അവൾ പറഞ്ഞു തന്നു അല്ലേ? എന്നിട്ട് നീ വന്ന് അവൾ പറഞ്ഞതുപോലെ എന്നോട് നാടകം കളിക്കുക അല്ലേ? അങ്ങനെയല്ലേ? നോക്ക് സിദ്ധു, ജീവിതകാലം മുഴുവൻ ഈ വീൽ ചെയറിൽ തന്നെ ഇരുന്നാലും ശരി, അവൾ വാങ്ങിത്തന്ന ഈ സാധനം ഞാൻ ഉപയോഗിക്കുകയില്ല. സിദ്ധു അമ്മയോട് ചോദിക്കുകയാണ്. അമ്മേ, നല്ല കാര്യം ആര് ചെയ്താലെന്താ? എനിക്ക് തോന്നാത്ത കാര്യം ചന്ദ്രികയ്ക്ക് തോന്നി. മറ്റുള്ളവരുടെ മുമ്പിൽ അമ്മ എഴുന്നേറ്റ് നടക്കണം എന്നല്ലേ അവൾ ആഗ്രഹിക്കുന്നത്? എന്നാൽ നല്ലവരുടെ കൈകൊണ്ട് വിഷം തന്നാലും അത് വാങ്ങിക്കുടിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ദ്രോഹികളുടെ കൈകൊണ്ട് അമൃത് തന്നാലും ശരി, അത് നമ്മൾ തൊടാൻ പോലും പാടില്ല. ഇത് കൊണ്ടുപോയി നീ അവളുടെ മുഖത്ത് വലിച്ചെറി. ഇത് വിഷമത്തോടെ അത് തന്നെ നോക്കുകയാണ്. അപ്പോൾ ജാനകി പറയാണ്, എന്നിട്ട് അവളോട് ഇതുകൂടി പറഞ്ഞോ, അവളിങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് എൻ്റെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ലെന്ന്. അവൾക്ക് ഒരിക്കലും എൻ്റെ മരുമകളാകാൻ സാധിക്കില്ല. നിന്നെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ അവൾ ഇതൊക്കെ ചെയ്യുന്നത്? അമ്മേ, ചന്ദ്രിക മഹേന്ദ്രൻ അങ്കിളിൻ്റെ മകളാണ്. ഏതോ അന്യരെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നത് എന്തിനാ? അവൾക്ക് ഇതൊന്നും വാങ്ങിത്തരാനുള്ള അവകാശമില്ലെന്നാണോ അമ്മ പറയുന്നത്? ഇല്ലടാ, അവൾക്ക് അതിനുള്ള അവകാശമില്ല. ഇത് അവൾ എനിക്ക് വേണ്ടി വാങ്ങിത്തന്നതല്ല. ഇത്രയൊക്കെ ചെയ്താൽ അമ്മയ്ക്ക് അവളോട് സ്നേഹം വരുമല്ലോ എന്ന് കരുതി നീ അവളേന്ന് പറഞ്ഞ് അങ്ങ് നടക്കും എന്ന് വിചാരിച്ചാ അവൾ ഇപ്പം ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത്? അത് കേട്ട സിദ്ധു, അതൊന്നും നിനക്ക് മനസ്സിലാവില്ല അല്ലേ? എന്നോട് ശരിക്കും സ്നേഹമുള്ളത് ചന്ദ്രികയ്ക്കല്ല, മേഘയ്ക്കാ. ആരതിക്ക് നല്ലൊരു ബന്ധം വന്നു.
നമുക്ക് പക്ഷേ അതൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ കൊടുക്കുക അതൊക്കെ എന്ന് പറഞ്ഞ് മുന്നിട്ട് വന്നവളാ മേഘ. അവളാടാ എന്നെ ഈ വീട്ടിൽ മഹാറാണിയെപ്പോലെ പരിചരിക്കുന്നത്. അപ്പോൾ അവൾക്കാണോ സ്നേഹമുള്ളത് അതോ ചന്ദ്രികയ്ക്കാണോ സ്നേഹമുള്ളത്? എന്നെയും എൻ്റെ ഭർത്താവിനെയും ഒരു ജോലിക്കാരെ പോലെയാണ് മഹേന്ദ്രൻ ചേട്ടൻ നോക്കിയിരുന്നത്. അങ്ങനെയുള്ള ആളുകൾ നല്ലവരാണെന്നാണോ എന്നോട് പറയുന്നേ? വിശ്വസിക്കില്ലടാ, ഒരിക്കലും വിശ്വസിക്കില്ല. ആദ്യം നീ ഇത് എടുത്തുകൊണ്ട് പോയി അവളുടെ മുഖത്തെറിഞ്ഞു കൊടുക്ക്. അമ്മ ഇനി ഇത് വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ചന്ദ്രികയെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കരുത്. നല്ലവരെ പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല അമ്മേ. അവരെ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ മേഘ എത്ര വലിയ ഫ്രോഡാണെന്ന് എത്രയും വേഗം അമ്മ മനസ്സിലാക്കും എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അതൊക്കെ എടുത്തുകൊണ്ട് സിദ്ധു പോയി. ജാനകി ഛേ. പിന്നെ കാണിക്കുന്നത് സുന്ദരിയെയാണ്. സുന്ദരി വഴിയരികിൽ ആരെയോ കാത്തു നിൽക്കുകയാണ്, എന്തോ സാധനത്തിന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരാൾ ഓട്ടോയിൽ വന്നിട്ട് പറഞ്ഞ സാധനം കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ സുന്ദരി ചോദിക്കുകയാണ്, എന്താ ഞാൻ പറഞ്ഞത് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇതാ ഇതിലുണ്ട്. തുറന്നു കാണിക്ക്. അതിൽ ആ കൂട്ടയിൽ ഒരു വിഷപ്പാമ്പായിരുന്നു. സുന്ദരി ചോദിക്കുകയാണ്, ഇതെന്താ ഇങ്ങനെ ചീറ്റുന്നേ? അത് അടക്കടോ. കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. പിന്നെ ഇത് നല്ല വിഷമുള്ള പാമ്പാ. അതും കരിനാഗം. കൊത്തിയാലുടനെ വേഗം മുകളിലോട്ട് കയറും. പിന്നെ സാക്ഷാൽ ദൈവത്തിന് പോലും അവരെ രക്ഷിക്കാനാവില്ല. ആരെയാണോ കൊല്ലേണ്ടത് അവരുടെ മുറിയിലേക്ക് ഇതിനെ തുറന്നു വിട്ടിട്ട് വാതിലടച്ചാൽ മതി. ഈ പാമ്പ് അവരെ കൊന്നിരിക്കും. ശരി, പിടിക്ക്. ശരി, ഞാൻ നോക്കിക്കോളാം. സൂക്ഷിക്കണേ. വീട് ഞാൻ സൂക്ഷിച്ചോളാം. ഇതേ സമയം ജാനകി പ്രിയയ്ക്ക് ഫുഡ് കോരിക്കൊടുക്കുകയാണ്. കഴിച്ചേ. അപ്പോൾ പ്രിയ വാങ്ങിക്കുമ്പോൾ പറയാണ്, നല്ല കുട്ടി. അതേസമയം സുന്ദരി ആ കവറും അതായത് ആ കൂട്ടയും കൊണ്ട് സൈഡായിട്ട് പോവുകയാണ് മുറിയിലേക്ക്. അതൊന്നും ജാനകിയുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അപ്പോൾ പ്രിയ പറയാണ്, മതി മുത്തശ്ശി, പോരാ, ഇതും കൂടി കഴിക്കണം. സുന്ദരി മെല്ലെ അതിനെ കൊണ്ടുപോയി അടുക്കളയിലാണ് വെക്കുന്നത്. നല്ല കുട്ടി, ശരി, ഇനി നീ പോയി കളിച്ചോ. എന്നിട്ട് സുന്ദരിയെ വിളിക്കാണ്. ഏയ് സുന്ദരി, ദേ വരുന്നു മേഡം. പറയൂ മേഡം. മരുന്ന് കഴിക്കണം. കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവരാമോ? മേഡം റൂമിലേക്ക് പോയിക്കോളൂ, ഞാൻ കൊണ്ടുവരാം. ശരി. ഇതാണ് ശരിയായ സമയം. പാമ്പിനെ കൊണ്ടുപോയി അവരുടെ റൂമിൽ വിടാം. അതോടെ ജാനകിയുടെ കഥ കഴിഞ്ഞോളും. ജാനകി മുറിയിൽ പോയി ഡ്രസ്സൊക്കെ മടക്കി വെക്കുകയാണ്. അതേസമയം സുന്ദരി വെള്ളമെടുക്കുകയാണ്. മേഡം ഇതാ. സുന്ദരി ആ മരുന്നിങ്ങെടുത്തേ. സുന്ദരി മെഡിസിൻ എടുത്തു കൊടുത്ത് ജാനകി അത് കുടിച്ചതിന് ശേഷം വെള്ളം മാറ്റി കൊടുക്കുകയാണ്. എന്താ ഇത്, പോകുമ്പോൾ അങ്ങെടുത്തോ. ജാനകി തിരിഞ്ഞിരിഞ്ഞ് ഡ്രസ്സൊക്കെ മടക്കി വെക്കുകയാണ്. അപ്പോൾ ആ തഞ്ചം നല്ലതാണെന്ന് കരുതി സുന്ദരി പാമ്പിനെ എടുത്തുകൊണ്ടുവന്ന് മെല്ലെ മുറിയുടെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സുന്ദരി തന്നെ മനസ്സിൽ പറയാണ്, ജാനകി ഒരല്പസമയം കൊണ്ട് നിൻ്റെ കഥ കഴിയുവടി. സുന്ദരി പാമ്പിനെ മുറിയിലേക്ക് വിട്ടിട്ട് കതക് മെല്ലെ അടച്ചു. ഒന്നും അറിയാതെ ജാനകി അതിനകത്ത് നിന്ന് ഡ്രസ്സ് മടക്കി വെക്കുകയാണ്. സുന്ദരി ഒന്നും അറിയാത്ത ഭാവത്തിൽ അടുക്കളയിലേക്കും പോയി. ജാനകി ഒന്നും അറിയാതെ തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് പാമ്പിനെ കാണുന്നത്. പാമ്പിനെ കണ്ടതും ജാനകി കൂക്കി നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ പാമ്പ്, പാമ്പ് എന്ന് പറഞ്ഞ്. പാമ്പ്, പാമ്പ്, ആരെങ്കിലും ഒന്ന് വരണേ. അപ്പോൾ അത് കേൾക്കുന്ന സുന്ദരി അനങ്ങാതെ അടുക്കളയിൽ ജോലി ചെയ്യാണ്. സിദ്ധു, സിദ്ധു മോനെ, പാമ്പ്, എല്ലാവരും വരണേ. അയ്യോ മുറിക്കകത്ത് പാമ്പ്. അയ്യോ അയ്യോ പാമ്പ്, സിദ്ധു മോനെ പാമ്പ്, സിദ്ധു മോനെ, സിദ്ധു പാമ്പ് എന്ന് പറഞ്ഞ് ജാനകി നിലവിളിക്കുകയാണ്. അതേസമയം സുന്ദരി അടുക്കളയിൽ നിന്ന് ചിന്തിക്കുകയാണ്, ഇപ്പം കഴിയും, ആരും വരില്ല, സുന്ദരി പറയാ. അതേസമയം ജാനകി അയ്യോ അയ്യോ, സിദ്ധു ഓടിവാ, സിദ്ധു, സിദ്ധു മോനെ ഓടിവരണേ, പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. അതിനിടയിൽ വീൽ ചെയറിൽ നിന്നും ജാനകി താഴെ വീണു. താഴെ വീണടുത്തുനിന്ന് ഉരുണ്ടുരുണ്ട് പോയിട്ട് വിളിക്കുകയാണ്, സിദ്ധു മോനെ വേഗം വാ. അപ്പോഴേക്കും സിദ്ധു കേട്ട് കഴിഞ്ഞു. സിദ്ധു ഉടനെ റൂമിൻ്റെ പുറത്ത് വന്നിട്ട് വിളിക്കുകയാണ്, അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് സിദ്ധു വിളിക്കുന്നതിനിടയിൽ സിദ്ധുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വെളിയിൽ നിന്നാണ് വാതിൽ ലോക്ക് ചെയ്തിട്ടുള്ളത്. വെളിയിൽ നിന്നും ആരോ ലോക്ക് ചെയ്യുകയാണ്. എന്നിട്ട് സിദ്ധു പതിയെ ലോക്ക് തുറന്നു. അതിനുശേഷം അകത്ത് കയറിയിട്ട് ചോദിക്കുകയാണ്, അമ്മേ എന്താ അമ്മേ? സിദ്ധു അമ്മ എന്താ അമ്മേ കാര്യം എന്താ? അപ്പോഴാണ് ജാനകി പാമ്പിനെ സിദ്ധുവിനെ കാണിച്ചു കൊടുക്കുന്നത്. പാമ്പ്, അമ്മേ ഇതെങ്ങനെ ഇവിടെ വന്നേ? അപ്പോഴൊക്കെ സുന്ദരി അനങ്ങാതെ ശ്രദ്ധിക്കുകയാണ്. അമ്മേ പേടിക്കാതിരിക്കുക എന്ന് പറഞ്ഞ് സിദ്ധു പാമ്പിനെ തളിക്കുകയാണ്. അമ്മ പേടിക്കാതിരിക്കുക, ഒന്നുമില്ല, ഞാനില്ല അടുത്ത്. സിദ്ധു അമ്മയെ മെല്ലെ വീൽ ചെയറിൽ കയറ്റുകയാണ്. അപ്പോൾ സുന്ദരി അടുക്കളയിൽ നിന്ന് പറയാണ്, ഷേ എല്ലാം നശിപ്പിച്ചു. സിദ്ധു 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 ഇല്ലമ്മേ, ഇല്ല, ഒന്നുമില്ല, അമ്മ ധൈര്യമായിട്ടിരിക്കും, ഞാനില്ലേ. സിദ്ധു വീൽ ചെയർ അടുത്ത മുറിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് അമ്മയെ വിലങ്ങനെ എടുത്തിട്ട് അതിൽ ഇരുത്തുകയാണ്.
അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട, അമ്മ ഇവിടെ തന്നെ ഇരിക്കും, ഞാനിപ്പോൾ വരെ പോയി ആ പാമ്പിനെ ഓടിച്ചിട്ട് വരാം. സൂക്ഷിച്ച് മോനെ, സൂക്ഷിച്ച്. അമ്മയെ ഒന്നും സംഭവിക്കില്ല, ഇവിടെ ഇരിക്കും. അപ്പോൾ സുന്ദരി മനസ്സിൽ ചിന്തിക്കുകയാണ്, കൃത്യസമയത്ത് വന്ന് എല്ലാം കൊളാക്കി. സിദ്ധു, ഞാൻ പറയുന്നതൊന്ന് കേൾക്കടാ. സിദ്ധു തുളിച്ചുകൊണ്ടിരിക്കുകയാണ് പാമ്പിനെ. അപ്പോഴാണ് അവിടെ പ്രിയ വന്നിട്ട് പറയുന്നത്, സിദ്ധു അങ്കിൾ, ഇത് പറ്റി? പാമ്പ് മോളെ, എന്തിനാ ഇവിടെ വന്നേ? പാമ്പോ? അയ്യോ പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞ് പ്രിയ തുള്ളുകയാണ്. ബഹളം ഉണ്ടാക്കാതിരിക്കുക, വേഗം ഇവിടെ നിന്ന് പോകാൻ നോക്ക്, പോ എന്നേക്ക് പോ പോ. അയ്യോ പാമ്പ് പാമ്പ്, മുത്തശ്ശിയുടെ മുറിയിൽ പാമ്പ് എന്ന് പറഞ്ഞ് അവൾ നിലവിളിക്കുകയാണ്. അയ്യോ പാമ്പ്. അപ്പോഴേക്കും സിദ്ധു പറയാണ്, പോകാനല്ലേ നിന്നോട് പറഞ്ഞേ. പാമ്പ് പിന്നെ എത്രയും സ്പീഡിൽ ഇഴഞ്ഞിഴഞ്ഞ് കട്ടിലിൻ്റെ അടിയിലാണ് പോയത്. അപ്പോൾ സിദ്ധു പറയാണ്, അയ്യോ കട്ടിലിൻ്റെ അടിയിലേക്ക് പോയല്ലോ. അപ്പോഴേക്കും കടയിൽ നിന്നും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരികയാണ് ചന്ദ്രിക. ആൻറ്റി എന്ന് വിളിച്ച് നിലവിളിച്ചുകൊണ്ട് പ്രിയ ഓടി വരികയാണ്. എന്തു പറ്റി മോളെ? മുത്തശ്ശിയുടെ മുറിയിൽ പാമ്പ് കയറിയേണ്ടി. പാമ്പോ? എവിടെയാ അതുള്ളത്? ജാനകി മുത്തശ്ശിയുടെ മുറിയിൽ പാമ്പ് കയറി. അയ്യോ, എവിടെ? വാ ആൻറ്റി. അവള് വെളിയിൽ നിൽക്ക്. എന്താ സാർ? ചന്ദ്രിക വേണ്ട, അത് കുത്തും. ചന്ദ്രിക പറയാണ്, പ്രിയ നീ പോ. അപ്പോഴേക്കും പ്രിയ മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ട് പറയാണ്, മുത്തശ്ശി ഈ പാമ്പ് ചന്ദ്രികയെ എന്താ ചെയ്യാൻ പോന്നേ? സാറ് പോയിട്ട് ഒരു ചാക്ക് എടുത്തിട്ട് വന്നേ. ചന്ദ്രിക അത് കൊത്തും, പോയി എടുത്തിട്ട് വാ. ഇപ്പം വരാം, സൂക്ഷിക്കണേ. ചന്ദ്രിക നീ എന്താ ചെയ്യാൻ പോകുന്നേ? അത് കൊത്തും. സാർ അവിടെ നിന്നേ. ചന്ദ്രിക വേണ്ട, അത് കൊത്തും. സാർ അത് കാണിച്ചേ, ചാക്കി ഇങ്ങോട്ട് കാണിച്ചേ. ചന്ദ്രിക അതിനെ ഒരു പുഷ്പം പോലെ കയ്യിലെടുത്തിട്ട് ചാക്കിലേക്ക് ഇടുകയാണ്. പതുക്കെ അതിങ്ങ് തന്നെ. ചന്ദ്രിക എന്താ ചെയ്യാൻ പോകുന്നേ? മുറിയിൽ നിന്നും ഇറങ്ങിക്കേ. വാ ചന്ദ്രികെ, പാമ്പിനെ പിടിച്ചു അമ്മേ. പുറകിലെ തോട്ടത്തിൽ ചെടികളും മരങ്ങളും ഒക്കെ ഇല്ലേ, അവിടെ നിന്നെങ്ങാനും വന്നതായിരിക്കും. പാമ്പ് വഴിതെറ്റി വീടിനുള്ളിലേക്ക് വന്നെന്നാണ് വിചാരിച്ചേ. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് ചന്ദ്രികയെ. പാവം അമ്മ വല്ലാതെ പേടിച്ചുപോയി. ചന്ദ്രിക ചോദിക്കാണ്, അമ്മായിക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? എല്ലാം കേട്ട് നിൽക്കുകയാണ് സുന്ദരി. എന്താ ആ പാമ്പ് എന്നെ കടിക്കാത്തത് കൊണ്ട് നിനക്ക് സങ്കടമാണോ? എന്താ അമ്മായി ഇങ്ങനെയൊക്കെ പറയുന്നേ? അപ്പോൾ സിദ്ധുവും പറയാണ്, എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പ്രിയയും നോക്കുകയാണ്. ചന്ദ്രിക എന്താ അമ്മയെ ചെയ്തത്? അമ്മയെ സഹായിക്കല്ലേ ചെയ്തേ? എന്നിട്ട് അവളെ അമ്മ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്? അവളുടെ മനസ്സ് വേദനിക്കുന്നത് പോലെ ഒന്നും സംസാരിക്കരുത് അമ്മേ. ജാനകി. ചന്ദ്രികയെ നീ അതിങ്ങത്താ, ഞാൻ തന്നെ ഇത് കൊണ്ടുപോയി കളയാം. സിദ്ധു പറയാണ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏൽപ്പിക്കാം. ചന്ദ്രികയും അവിടെ നിന്ന് പോയി. അതിനുശേഷം സുന്ദരി മനസ്സിൽ ചിന്തിക്കുകയാണ്, എല്ലാം നശിപ്പിച്ചു, ഇനി അടുത്ത തവണ നോക്കാം. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് സുന്ദരി അടുത്ത പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ്. അപ്പോൾ ജാനകി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടേബിളിൽ ഇരിക്കുകയാണ്. അതിനുശേഷം ജാനകി അയൺ ചെയ്യാൻ വേണ്ടി കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തു വെച്ചിരുന്നു. അത് അയൺ ചെയ്യാൻ പോകുന്നതിനിടയിൽ സുന്ദരി സ്വിച്ച് ആദ്യമേ ഓൺ ചെയ്തിരുന്നു. ജാനകി സ്വിച്ച് ഓണാക്കിയതും അതിനുശേഷം ആ എന്ന് പറഞ്ഞ് താഴെ നിലവിളിച്ച് വീഴുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കാം. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സീ യു ഓൾ.